അസ്സലാമു അലൈക്കും. ഈ ദുനിയയിൽ നമ്മളെല്ലാം തിരക്കിലാണ്. ജോലി, കുടുംബം, സ്വപ്നങ്ങൾ. പക്ഷെ ഒരു സത്യം നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരു ദിവസം നമ്മളെ മണ്ണിലേക്കിറക്കും. അന്ന് നമ്മളോട് ചോദിക്കുന്നത് നമസ്കാരത്തെക്കുറിച്ചായിരിക്കും. ഇന്നത്തെ ഓർമ്മപ്പെടുത്തൽ. നമസ്കാരം വൈകിപ്പിച്ച ഒരാളുടെ യഥാർത്ഥ കഥ. ഒരു യുവാവുണ്ടായിരുന്നു. നല്ല ജോലി, നല്ല ശമ്പളം, എല്ലാവർക്കും സഹായം ചെയ്യുന്നവൻ. പക്ഷെ ഒരു പ്രശ്നം. നമസ്കാരം പിന്നെ ചെയ്യാം. ഫജർ, ഉറക്കം, ദുഹർ, ജോലി, അസർ, മീറ്റിംഗ്, മഗ്രിബ്, യാത്ര, ഇഷ, തളർച്ച. അവൻ പറഞ്ഞു, അല്ലാഹു ക്ഷമിക്കുമല്ലോ. ഒരു രാത്രി അവൻ വളരെ ക്ഷീണിതനായി വീട്ടിലെത്തി. ഫോൺ കയ്യിൽ, സോഷ്യൽ മീഡിയ സ്ക്രോൾ. അമ്മ ചോദിച്ചു, മകനെ, ഇഷ നസ്കരിച്ചോ? അവൻ പറഞ്ഞു, ഇപ്പോൾ നസ്കരിക്കാം. പക്ഷേ അവൻ കിടന്നുറങ്ങി. ആ രാത്രി അവൻ്റെ ആത്മാവ് തിരിച്ചു വിളിക്കപ്പെട്ടു. അവൻ വീണ്ടും കണ്ണു തുറന്നപ്പോൾ ഇരുട്ട് മാത്രം, ഖബർ. അവൻ വിളിച്ചു, റബ്ബി, ഒരു അവസരം, ഞാൻ നസ്കരിക്കാം. പക്ഷേ അവസരം തീർന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയില്ല ഏത് നമസ്കാരമാണ് അവസാനത്തേത്, ഏത് ദിവസമാണ് അവസാന ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനും ശർക്കും കുഫ്റുമിടയിൽ നിൽക്കുന്നത് നമസ്കാരമാണ്. നമസ്കാരമില്ലെങ്കിൽ ജീവിതം ശൂന്യം. ഇന്ന് ഒരു തീരുമാനമെടുക്കാം. ഫജർ ഒരിക്കലും ഒഴിവ്സക്കില്ല. 5 നേരത്തെ നമസ്കാരം സമയത്ത് നിർവഹിക്കും. ഖുർആൻ ദിവസവും പാരായണം ചെയ്യണം. അല്ലാഹുവേ, നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തണമേ. നമ്മുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണമേ. ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണ നാഥാ. അമീൻ.